മക്കയിലെ ശാന്തസുന്ദരമായ ഒരു ദിവസം സൂര്യൻ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. ഉമർ ഇബ്നു ഖത്താബ് തൻ്റെ കുതിരയെടുത്തിട്ട് ഉക്കാല ചന്തയിലേക്ക് പുറപ്പെട്ടു. അവിടെ കച്ചവടക്കാർ തങ്ങളുടെ അന്നേ ദിവസത്തെ കച്ചവടം തുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. അവർ സാധനങ്ങളൊക്കെ എടുത്തു വെക്കുന്നതേ ഉള്ളൂ. ഒരു കടക്കാരൻ്റെ അടുത്ത് വന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് ചോദിച്ചു, എനിക്ക് 500 ദീനാർ ആവശ്യമുണ്ട്. അദ്ദേഹത്തിന് അറിയാം ഉമറിനെ. അവർ പറഞ്ഞു, താങ്കൾ കുറച്ച് നേരം കാത്തു നിൽക്കണം, ഞങ്ങൾ കച്ചവടം തുടങ്ങുന്നതേ ഉള്ളൂ, കുറച്ച് കഴിഞ്ഞ് വന്നാൽ നിങ്ങൾക്ക് തരാം. ഉമർ നൽകു ഒട്ടും വൈകിക്കാതെ തൻ്റെ അരയിൽ ഇരുന്നിരുന്ന വാള് ഊരിയെടുത്തിട്ട് അയാളെ കൊന്നുകളയുകയാണ്. അവസാനിക്കുന്നില്ല, അയാളുടെ ചെറുവിരൽ മുറിച്ചെടുത്തിട്ട് അതൊരു മാലയാക്കി തൂക്കി തൻ്റെ കഴുത്തിലിട്ടാണ് അടുത്ത കച്ചവടക്കാരൻ്റെ അടുത്തേക്ക് പോകുന്നത്. എന്നിട്ട് പറയാണ്, എനിക്ക് 500 ദീനാർ ആവശ്യമുണ്ട്. അയാൾ പേടിച്ച് വിറച്ചിട്ട് ആ പണം നൽകി. ഇതായിരുന്നു ഉമർ. വർഷങ്ങൾക്ക് ശേഷം ഖിലാഫത്തിൽ ഇരിക്കുന്നൊരു സമയത്ത് അദ്ദേഹം നിസ്കാരം കഴിഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോകുന്നത് കണ്ടിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹു സംശയാസ്പദമായിട്ട് അദ്ദേഹത്തിൻ്റെ പിറകെ പോവുകയാണ്. എന്നും ഇദ്ദേഹം നിസ്കാരശേഷം എവിടേക്കാണ് ഈ പോകുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുതിരപ്പുറത്ത് ഒരുപാട് ദൂരം സഞ്ചരിച്ച് മരുഭൂമിയിലെ തനിച്ചിരിക്കുന്ന ഒരു വീട്ടിൻ്റെ മുന്നിലെത്തി. വീട്ടിലേക്ക് കയറി അബൂ തൽഹ റളിയല്ലാഹു അൻഹു തൊട്ടപ്പുറത്തുള്ള ഒരു മരത്തിൻ്റെ മറവിൽ ഒളിച്ചിരുന്നു. എന്താണ് ഉമർ ചെയ്യുന്നത് എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. ഉമർ തങ്ങൾ ഒരുപാട് നേരം ആ വീട്ടിൽ ഉള്ളിലിരുന്നു. ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്. അദ്ദേഹം പോയ പാടെ തൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ചെന്ന് നോക്കി. അവിടെ നോക്കുമ്പോൾ അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു. അവിടെ റൂമിൽ ഒരു കട്ടിലിൽ വൃദ്ധയായ അന്ധയായ ഒരു സ്ത്രീ കിടക്കുന്നു. തൽഹ റളിയല്ലാഹു അൻഹു ആ വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, മോനെ നീ വീണ്ടും വന്നോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നേരത്തെ വന്ന ആളല്ല, ഇത് മറ്റൊരാളാണ്. നേരത്തെ വന്ന അയാൾ എന്തിനായിരുന്നു ഇവിടെ വന്നത്? ആ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല മോനെ അതാരാണെന്ന്. ദിവസവും രാത്രി ഇവിടെ വരും, എനിക്ക് കണ്ണ് കാണില്ല, ഏറെ പ്രായം ചെന്നിട്ടുണ്ട്, എൻ്റെ വസ്ത്രങ്ങൾ അലക്കി തരുന്നു, എനിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്തു തരുന്നു, ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നു. ഇവിടെ ഇരിക്കുന്ന ഖലീഫ ഇതൊന്നും അറിയുന്നില്ല, പക്ഷേ ഇതുപോലുള്ള ചെറുപ്പക്കാരാണ് എന്നെ വന്ന് സഹായിക്കുന്നത്. തൊഴിലാളികളുടെ കണ്ണുകൾ നനഞ്ഞു. അദ്ദേഹം ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഇവിടെ ദിവസവും വരുന്നത് ഉമർ ഇബ്നു ഖത്താബാണ്, നമ്മുടെ നാട്ടിലെ ഖലീഫയാണ്. ആ വിവരം അറിഞ്ഞതോടെ ആ സ്ത്രീ ഏറെ നേരം ഇരുന്ന് കരഞ്ഞു പോകുന്നുണ്ട്. ഉമർ തങ്ങളുവിനെ ജാഹിലിയത്തിൽ നിന്ന് ഇവിടേക്ക് പരിവർത്തിപ്പിച്ചെടുക്കുന്ന ആ ദൂരം, അത് പ്രവാചകനും ഇസ്ലാമും ഖുർആനും എല്ലാം നടത്തിയ അദ്ദേഹത്തിലെ സംഭവിച്ച ഒരു വലിയ മാറ്റത്തിൻ്റെ കഥയുണ്ട്. അത് വളരെ മനോഹരമാണ്. ലജ്നാൻ പർവ്വതത്തിന്റെ പ്രാന്തങ്ങളിലൂടെ പ്രാകൃത വേഷധാരിയായി ചെരുപ്പില്ലാതെ ഒരു ചെറുക്കൻ നടന്നു നീങ്ങുന്നു. അവൻ്റെ ചുണ്ടിൽ ചൂളം വിളിയുണ്ട്, കയ്യിൽ വലിയൊരു ചാട്ടവാറ്. ഒട്ടകക്കൂട്ടങ്ങളെ മേച്ച് നടക്കുന്ന ആ ചെറുപ്പക്കാരനാണ് പിന്നീട് ഖലീഫ ഉമറായി മാറുന്നത്. നീതിയുടെ പര്യായം എന്ന് പരക്കെ പ്രശംസിക്കപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകത്വം ലഭിക്കുന്നതിൻ്റെ 27 വർഷം മുമ്പാണ് ജനിച്ചു വീഴുന്നത്. കുട്ടിക്കാലത്ത് തൻ്റെ പിതാവായിരുന്ന ഖത്താബിൻ്റെ ഒട്ടകങ്ങളെയും ആടുകളെയൊക്കെ മേച്ച് നടക്കലായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. അക്കാലത്ത് തൻ്റെ പിതാവിൽ നിന്ന് ഏറ്റ ക്രൂരമായ പ്രഹരങ്ങളും പീഡനങ്ങളുമാണ് അദ്ദേഹത്തെ കഠിന ഹൃദയരാക്കി മാറ്റിയത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിച്ചെടുക്കാം. കുട്ടിക്കാലം കഴിഞ്ഞ് യുവത്വകാലത്തിലെത്തിയപ്പോഴേക്കും ഉമർ റളിയല്ലാഹു അൻഹു വ്യാപാര രംഗത്തേക്ക് ഇറങ്ങിയിരുന്നു. മക്കയിൽ അന്ന് വളരെ കുറച്ച് ആളുകൾക്ക് എഴുത്തും വായനയും അറിയാവുന്നു. അതിൽ ഒന്ന് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചിരുന്നു. കവിതയിലും ഗുസ്തിയിലും തുടങ്ങിയ ആയോധന കലകളെല്ലാം ഉഖാല ചന്തയിൽ നടക്കുന്ന എല്ലാ മത്സരങ്ങളിലും അന്ന് മുന്നിട്ട് നിന്നിരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. ക്രൂരനും വീരശൂര പരാക്രമിയായ ഉമറിനെ അക്കാലത്ത് തന്നെ മക്കയിൽ പലരും പേടിയോടെയായിരുന്നു നോക്കിക്കണ്ടിരുന്നത്. അക്കാലത്താണ് പ്രവാചകത്വ ലബ്ധി ഉണ്ടാകുന്നത്. ഉമർ റളിയല്ലാഹു അൻഹുവിന് ഈ വാർത്ത ലഭിക്കുമ്പോൾ വളരെ ദേഷ്യം വരുന്നുണ്ട്. കാരണം മക്കയിലെ ഖുറൈശികളെ ഭിന്നിപ്പിക്കുകയും അവരുടെ മതത്തെ തള്ളിപ്പറയുകയും അവരുടെ ദൈവങ്ങളെ തള്ളിപ്പറയുകയൊക്കെ ചെയ്യുന്ന പ്രവാചകനെയും മുസ്ലിങ്ങളെയും കടുത്ത എതിർപ്പോടെയാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. പ്രവാചകനെ വധിക്കാൻ കിട്ടുന്ന ഒരു അവസരവും കാത്തിരിക്കുകയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. അങ്ങനെയാണ് ഒരു ദിവസം നേരം വെളുത്തപ്പോൾ തൻ്റെ അയൽവാസികളായ കുറച്ച് ആളുകൾ, പാവപ്പെട്ട ആളുകൾ, അവർ അബ്സീനിയയിലേക്ക് പലായനം ചെയ്യുകയാണ്. മുസ്ലിം ആയതിൻ്റെ പേരിൽ മക്കക്കാരുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിക്കവയ്യാതെയാണ് അവർ നാടുവിടുന്നത്. ഈ കാഴ്ച കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം പാവപ്പെട്ട ആളുകളാണ്, അവരുടെ സമ്പത്തും കുടുംബക്കാരെയും ആളുകളൊക്കെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് അവർ മറ്റേതോ നാട്ടിലേക്ക് പോകുന്നത്.
അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് ഉമർ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? അവർ പറയുന്നു ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പലായനം ചെയ്യുകയാണ്. ഈ കാഴ്ച ഉമറിനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. കാരണം മനുഷ്യരെ പരസ്പരം വേർതിരിക്കുന്ന ഈ ഒരു പുതിയ മതം കൊണ്ടുവന്നത് പ്രവാചകനാണ്. അദ്ദേഹത്തെ എന്തു വില കൊടുത്തും വധിച്ചു കളയണം എന്ന് ഉറച്ച വിശ്വാസത്തോടെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അവരോട് ഉമർ പറയുന്നുണ്ട് അള്ളാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സംസാരം കേട്ടപ്പോൾ ആളുകൾക്കിടയിൽ ഉമർ മുസ്ലിം ആവുന്നു എന്നൊരു സംസാരം പരന്നു. അവർ പറയുന്നുണ്ട് ഖത്താബിന്റെ കഴുത മുസ്ലിം ആയാലും ഉമർ ഒരിക്കലും മുസ്ലിം ആവുകയില്ല. കാരണം അത്രത്തോളം വെറുപ്പാണ് അദ്ദേഹത്തിന് ഇസ്ലാമിനോട് അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷമാണ് പ്രവാചകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരു ദിവസം ഉമർ പുറപ്പെടുന്നത്. ഊരിപ്പിടിച്ച വാളുമായിട്ട് ദേശത്തിൽ വരുന്ന ഉമറിനെ കണ്ട നുഐം എന്നൊരു സഹാബി, അദ്ദേഹം ഇസ്ലാമിൽ വിശ്വസിച്ചിരുന്നു, പക്ഷെ രഹസ്യമാക്കി കൊണ്ട് നടക്കുകയായിരുന്നു. അത് ചോദിക്കുന്നുണ്ട് ഉമർ താങ്കൾ എവിടേക്കാണ്? അദ്ദേഹം പറഞ്ഞു ഞാൻ മുഹമ്മദിന്റെ തലയെടുക്കും. മക്കയിൽ സമാധാനം നഷ്ടപ്പെടുത്തുന്ന മുഹമ്മദിനെ ഇന്ന് തന്നെ ഞാൻ ഈ വാളുകൊണ്ട് വധിച്ചു കളയും. സംഭവം പ്രശ്നത്തിലേക്ക് അടുക്കുമെന്ന് മനസ്സിലായപ്പോൾ നൈമ അവരോട് പറയുന്നുണ്ട് ഉമർ നിങ്ങളുടെ വീട്ടുകാരെ നന്നാക്കിയിട്ട് പോരെ ബാക്കിയുള്ളവരുടെ കാര്യം ചോദിക്കുന്നുണ്ട്. എന്താണ് എനിക്ക് മനസ്സിലായില്ല. അവർ പറയുന്നു താങ്കളുടെ സഹോദരി ഫാത്തിമയും അവരുടെ ഭർത്താവൊക്കെ ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടല്ലോ, ആദ്യം അവരെ ശരിയാക്ക്. ഇത് ഒരു പുതിയ വാർത്തയായിരുന്നു മുതലാളി. അദ്ദേഹം ദേഷ്യപ്പെട്ടുകൊണ്ട് തൻ്റെ കുതിരയും കൊണ്ട് ഫാത്തിമയുടെ വീട്ടിലേക്ക് പോവുകയാണ്. വീടിൻ്റെ പുറത്തെത്തിയപ്പോൾ ഉള്ളിൽ നിന്ന് ഇവർ ഖുർആൻ പാരായണം ചെയ്യുന്ന ശബ്ദം മുതലാളി കേൾക്കുന്നുണ്ട്. ആ വാതിൽ ചവിട്ടി തുറന്നിട്ട് അദ്ദേഹം അകത്തേക്ക് അടക്കുകയാണ്. അവരോട് പറയുന്നു നിങ്ങൾ ഇതുവരെ പാരായണം ചെയ്തിരുന്ന ആ ഗ്രന്ഥം എനിക്ക് തരണം. ഫാത്തിമ പറഞ്ഞു ഇല്ല ഞങ്ങൾ സംസാരിച്ചിരിക്കുകയായിരുന്നു. മുതലാളി പറയുന്നുണ്ട് എനിക്കറിയാം നിങ്ങൾ ഇസ്ലാമിൽ വിശ്വസിച്ച വിവരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു അതെ ഞങ്ങൾ സത്യമാർഗം സ്വീകരിച്ചിരിക്കുന്നു. ഇതോട് കേട്ടതോടെ ദേഷ്യം വന്നിട്ട് തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ ഉമർ അടിക്കുകയാണ്. ഈ അടിയുടെ പ്രഹരം കാരണം അദ്ദേഹത്തിന് ഏറെ വേദനിക്കുന്നുണ്ട്. തൻ്റെ ഭർത്താവിനെ തല്ലിയപ്പോൾ ഫാത്തിമ ഈ ഉമർ തടയാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് സഹോദരിയെയും തല്ലുന്നു. തല്ലേറ്റപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾ സത്യമാർഗം സ്വീകരിച്ചിരിക്കുന്നു, ഇനി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളുക. സഹോദരി ഇസ്ലാമിൽ ഉറച്ചു നിൽക്കുന്നത് കണ്ടപ്പോൾ ഉമർ മനസ്സിന് വല്ലാത്ത മാറ്റം സംഭവിക്കുന്നു. അവർ പറയുന്നു നിങ്ങൾ ഇതുവരെ പാരായണം ചെയ്തിരുന്ന ആ ഏടൊന്ന് തരിക. ഇവർ സമ്മതിക്കുന്നില്ല. താണ് കേണ് അപേക്ഷിച്ചപ്പോൾ അവസാനം പറയുന്നു ഇത് ശുദ്ധിയില്ലാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾ കുളിച്ചിട്ട് വരണം. അങ്ങനെ വൃത്തിയായി വന്നപ്പോൾ അവർ ആ ത്വഹ സൂറത്തിന്റെ ഭാഗം ഉമർ കൊടുക്കുകയാണ്. അദ്ദേഹം അത് ഓതി നോക്കി. അല്ലാത്ത മാറ്റമാണ് അവരുടെ മനസ്സിലുണ്ടാക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നുണ്ട് മുഹമ്മദ് ഇപ്പോൾ എവിടെ ഉണ്ടാവും? അങ്ങനെ സഫാ പർവ്വതത്തിന്റെ അടുത്തുള്ള അർക്കമിന്റെ വീട്ടിലാണ് പ്രവാചകൻ എന്ന് മനസ്സിലായി. നേരെ തൻ്റെ കുതിരയെ എടുത്തിട്ട് അവരവിടെ പോവുകയാണ്. വീടിന്റെ വാതിൽ മുട്ടി. സ്വഹാബത്ത് വീടിന്റെ വാതിലൂടെ ഒളിഞ്ഞു നോക്കുമ്പോൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് നിൽക്കുന്ന ഉമറിനെയാണ് കാണുന്നത്. വീട്ടിലുണ്ടായിരുന്ന ഹംസർ എന്ന് പറയുന്നുണ്ട് ഉമറിന്റെ ഉദ്ദേശം നല്ലതിനാണെങ്കിൽ നമ്മൾ അവനെ സ്വീകരിക്കും, അല്ലെങ്കിൽ എൻ്റെ വാളുകൊണ്ട് ഞാൻ അവനെ ശരിപ്പെടുത്തും. പ്രവാചകൻ വാതിൽ തുറന്നു കൊടുക്കാൻ പറഞ്ഞു. നമുക്ക് നേരെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് ഉറക്കെ ഷഹാദത്ത് കലിമ ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഉമർ ഇസ്ലാമിലേക്കുള്ള ഈ വരവ് വളരെ വലിയ മാറ്റങ്ങളാണ് മക്കയിൽ കൊണ്ടുവരുന്നത്. അതുവരെ രഹസ്യമാക്കി നിന്നിരുന്ന ഇസ്ലാം പരസ്യമായി പലരിലേക്ക് എത്തുന്നത് ഉമർ ഈ ഇസ്ലാമികയിലേക്കുള്ള ഈ വരവിന് ശേഷമാണ്. ഇസ്ലാമിലേക്ക് വന്ന ഉടനെ ഇവർ കൗബയിലേക്ക് ഒരു ജാഥയായിട്ട് തന്നെ ഉമർ ഖാനുവിൻ്റെയും ഹംസാർ ഖാനുവിൻ്റെയും കീഴിൽ പോകുന്നുണ്ട്. മക്കയിലെ പല പ്രമുഖരും ഉമർ ഖാനുക്കും ഹംസാർ ഖാനുക്കും മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ജാഥ കണ്ടിട്ട് പേടിച്ചു പോകുന്നുണ്ട്. കാരണം അത്രത്തോളം ധീരരായിരുന്നു ഇവർ രണ്ടുപേരും. ഇവരുടെ രണ്ടുപേരുടെയും ഇസ്ലാമിക ആശ്ലേഷം പ്രവാചകനും ഇസ്ലാമിനൊക്കെ വളരെ സഹായമാണ് ചെയ്യുന്നത്. ഉമർ ഖാനുവിൻ്റെ ഇസ്ലാമിലേക്കുള്ള ഈ യാത്രയെ പറ്റി ഏറ്റവും വിഖ്യാതമായ കഥയാണിത്. മറ്റൊരു പ്രബലമായ സംഭവം കൂടെ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഖുറൈശികളിൽ അന്ന് മക്കയിലുണ്ടായിരുന്ന അധികം ആളുകളും വളരെയധികം കള്ളു കുടിക്കുന്നവരായിരുന്നു. അതേപോലെ ഉമർ ഖാനും എല്ലാ രാത്രിയും കള്ളു കുടിക്കുന്ന ആളായിരുന്നു. ഒരു ദിവസം രാത്രി അദ്ദേഹം തന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. അപ്പം അതേപോലെ അന്നും കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ എന്നും തൻ്റെ കൂടെ കള്ളു കുടിക്കാൻ ഉണ്ടാവുന്ന ആരെയും അന്ന് കണ്ടില്ല. അതുകൊണ്ട് അദ്ദേഹം നേരെ മക്കയിൽ അന്ന് കള്ള് വിറ്റിരുന്ന ഒരു കടയുണ്ടായിരുന്നു, അതിനടുത്ത് ചെന്ന് നോക്കി. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴും ആരെയും കാണുന്നില്ല. ഇങ്ങനെ അദ്ദേഹം പിന്നീട് നേരെ പോകുന്നത് കഅബയുടെ അടുത്തേക്കാണ്. കഅബയുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഖുർആൻ പാരായണം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവന്നു. അദ്ദേഹം ഖുർആൻ ഒന്നുകൂടെ അടുത്ത് കേൾക്കാൻ വേണ്ടിയിട്ട് കഅബയുടെ ഒരു മറവിൽ ഒളിച്ചിരുന്നിട്ട് ഈ ആയത്തുകൾ കേൾക്കുകയാണ്. വല്ലാത്ത ചലനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഈ ഖുർആനിക ആയത്തുകൾ കൊണ്ടുവരുന്നത്. പ്രവാചകൻ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ പ്രവാചകന്റെ പിറകെ ഉമർ ഖാനും ചെല്ലുന്നുണ്ട്. തൻ്റെ പിറകെ ആരോ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ നബി തിരിഞ്ഞു നോക്കുന്നു. അത് ഉമറായിരുന്നു. നബി ഞങ്ങൾ ചോദിക്കുന്നുണ്ട് എന്താ ഉമറെ ഈ നേരത്ത്? ഉമർ ഖാനും പറഞ്ഞു
താങ്കൾ പാരായണം ചെയ്തിരുന്ന ഈ ഖുർആനിക ആയത്തുകളിൽ ഞാൻ വല്ലാതെ ആകൃഷ്ടനായിരിക്കുന്നു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. അങ്ങനെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നത് എന്നും ചില ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പ്രബലമായ 2 സംഭവങ്ങളാണ് ചരിത്രത്തിൽ ഇതിനെ സംബന്ധിച്ചിട്ടുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ സ്വാധീനിച്ച മറ്റൊരു സംഭവം നടക്കുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ്. പ്രവാചകന്റെ വഫാത്ത് സംഭവിക്കുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നു. 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വഫാത്താവുന്നു. പിന്നീട് ഖിലാഫത്തിലേക്ക് വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അദ്ദേഹം അക്കാലത്ത് തീരെ താല്പര്യമില്ലായിരുന്നു ഖിലാഫത്ത് ഏറ്റെടുക്കാൻ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ജനങ്ങളുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത്. ഖിലാഫത്ത് ഏറ്റെടുത്ത ശേഷം ആദ്യമായിട്ട് പള്ളിയിൽ വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ജനങ്ങളെ, നിങ്ങൾക്കറിയാം ഞാൻ വളരെ കഠിന ഹൃദയനായ ആളാണെന്ന്. പക്ഷേ അത് എതുവരെന്ന് വെച്ചാൽ എൻ്റെ അക്കാലത്ത് പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒക്കെ ഉണ്ടായിരുന്നു എന്നെ തിരുത്താൻ. പക്ഷേ ഇന്ന് അവരൊന്നുമില്ല. ഇന്നു മുതൽ ഞാൻ ലോലഹൃദയനായ ആളാണ്. ചരിത്രം പിന്നീട് കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ അന്നേ വരെ കണ്ട ഒരു ഉമർ ആയിരുന്നില്ല. വളരെ ലോലഹൃദയനായ, ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്ന, രാത്രി മുഴുവൻ തൻ്റെ ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടി അവരുടെ വീടുകൾ മുഴുവൻ കയറിയിറങ്ങുന്ന, പട്ടിണി കിടക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന, അവർക്ക് വേണ്ടി ഭക്ഷണം ചുമക്കുന്ന ഒരു ഖലീഫയായിരുന്നു. നൈലിൻ്റെ തീരത്ത് ഒരു ആട്ടിൻകുഞ്ഞ് വിശന്ന് മരിച്ചാൽ നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ ഉത്തരം പറയേണ്ടി വരുമെന്ന് വേവലാതിപ്പെട്ട ഒരു ഖലീഫയായിട്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു കാണുന്നത്. പേർഷ്യയിൽ നിന്ന് ഒരു ഭൃത്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ കാണാൻ മക്കയിലേക്ക് എത്തുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം മക്കയിലെത്തി ആളുകളോട് ചോദിക്കുന്നുണ്ട്, എവിടെയാണ് ഉമറിൻ്റെ കൊട്ടാരം? പെർഷ്യയിലെയും റോമയിലെയൊക്കെ ചക്രവർത്തിമാരുടെയും രാജാക്കളുടെയും അവരുടെയൊക്കെ കൊട്ടാരമൊക്കെ കണ്ടിട്ടാണ് ഈ ഭൃത്യൻ ഇവരെ മക്കയിലേക്ക് എത്തുന്നത്. ആളുകൾ പറഞ്ഞു, മൂന്നാൻകോടെ പള്ളിയിലുണ്ടാവും. അങ്ങനെ പള്ളിയിലെത്തിയപ്പോൾ അവരുടെ നിസ്കാരം കഴിഞ്ഞ് പോയിട്ടുണ്ട്. അങ്ങനെ അവരുടെ വീട് കാണിച്ചു കൊടുത്തു. അദ്ദേഹം ഞെട്ടിപ്പോയി. ചെറിയൊരു കൂര, ഈന്തപ്പന ഓല കൊണ്ട് മറച്ചു കിട്ടിയൊരു കൂര. അവിടെ അന്വേഷിച്ചപ്പോഴും ഉമർ അവനെ കാണുന്നില്ല. കുറച്ച് നടന്നപ്പോൾ ഒരു ഈന്തപ്പന മരത്തണലിൽ മരുഭൂമിയിൽ മണ്ണിൽ തലവച്ചിറങ്ങുന്ന ഖലീഫയാണ് ആ ഭൃത്യം കാണുന്നത്. അദ്ദേഹം ഞെട്ടിപ്പോകുന്നുണ്ട്. അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉറങ്ങാൻ സാധിക്കുന്നത്? ഞങ്ങളുടെ പേർഷ്യയിലും റോമിലൊക്കെയുള്ള ചക്രവർത്തിമാർ എത്രയോ ഭടന്മാരെയും കാവൽക്കാരെയൊക്കെ നിർത്തിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് പോലും. ഇവിടെ താങ്കൾ ഒരു മരുഭൂമിയിൽ ഒരു സേവകന് പോലും ഇല്ലാതെ നിലത്തിറങ്ങുന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത്രത്തോളം ലളിതമായ ജീവിതമായിരുന്നു ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം നടത്തുന്നത്. വളരെ ലോലഹൃദയനായി മാറിയെങ്കിലും റബ്ബിൻ്റെയും ദീനിൻ്റെയും വിഷയത്തിൽ അനീതിക്കെതിരെയൊക്കെ കണിശമായ നിലപാടുകൾ തന്നെയാണ് അക്കാലത്തും ഉമർ റളിയല്ലാഹു അൻഹു എടുത്തിരുന്നത്. നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യൻസ് ഭരിച്ചിരുന്ന ഖുദ്സ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് മുസ്ലിങ്ങൾ കീഴടക്കുന്നത്. യുദ്ധശേഷം ഇരു മുന്നണികളും തങ്ങളുടെ പുതിയ നേതാവിനെ, ഇസ്ലാമിക ലോകത്തെ ഏറ്റവും ശക്തനായ ഖലീഫയെ കാത്തിരിക്കുകയാണ്. വലിയ സന്നാഹങ്ങളും ആൾക്കൂട്ടങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന അവരുടെ ഇടയിലേക്ക് വിദൂരതയിൽ നിന്ന് 2 പേര് ഒരു കഴുതപ്പുറത്ത് നടന്നു വരുന്നുണ്ട്. ഇവർ വളരെ പുച്ഛത്തോടെ മുസ്ലിങ്ങൾ ചോദിക്കുന്നുണ്ട്, അതാണോ നിങ്ങളുടെ ഖലീഫ? അവർ പറയുന്നു, അല്ല, കഴുതപ്പുറത്തിരിക്കുന്നത് ഖലീഫയുടെ ഭൃത്യനാണ്. താഴെ അതിൻ്റെ കയറ് പിടിച്ച് കീറിത്തുന്നിയ വസ്ത്രങ്ങൾ ധരിച്ച് ഒരു മനുഷ്യൻ വരുന്നത് കണ്ടില്ലേ? അതാണ് ഞങ്ങളുടെ ഖലീഫ ഉമർ. മറ്റൊരു മനോഹരമായ രാത്രി, ആ മരം കോച്ചുന്ന തണുപ്പിൽ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുകയാണ്, തൻ്റെ ജനങ്ങളുടെ അവസ്ഥ അറിയാൻ വേണ്ടിയിട്ട്. മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം ഇങ്ങനെ സഞ്ചരിച്ചു, ആരെയും കാണുന്നില്ല. കുറച്ച് നടന്നപ്പോൾ വിദൂരതയിലായിട്ട് ഒരു ടെൻറ്റ് കാണുന്നുണ്ട്. അതിന് പുറത്തൊരു ഒട്ടകവും. കുറച്ചുകൂടെ അടുത്തെത്തിയപ്പോൾ അതിൻ്റെ പുറത്തൊരാൾ നിൽക്കുന്നത് കണ്ടു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് അദ്ദേഹം പേടിച്ച് തൻ്റെ വാളൊക്കെ ഉറയിൽ നിന്ന് ഊരി ചോദിക്കുന്നുണ്ട്, ആരാണ്, താങ്കൾ കള്ളനാണോ എന്നൊക്കെ. ഉമർ പറയുന്നു, അല്ല, ഞാൻ കള്ളനല്ല, ഞങ്ങൾ ഇവിടെ ഇയാളെ കണ്ടപ്പോൾ വന്നതാണ്, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടോ? അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയിൽ ടെൻറ്റിൽ നിന്ന് ഒരു സ്ത്രീയുടെ വളരെ രോദനമായ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ഉമർ ചോദിക്കുന്നുണ്ട്, എന്താണ്, അവൾക്ക് എന്ത് പറ്റി? അവർ പറഞ്ഞു, ഞങ്ങൾ യാത്രക്കാരാണ്, ഇവിടെ ഉള്ളവരല്ല, ഞങ്ങൾ വിദൂരതയിൽ നിന്ന് വരികയായിരുന്നു. ഇവിടെ എത്തിയപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് പ്രസവവേദന അനുഭവപ്പെട്ടു. ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് അറിയുന്ന ആരെയും ഇല്ല, ആരെങ്കിലുമൊക്കെ സഹായത്തിന് വിളിക്കാനൊന്നും ഞങ്ങൾക്ക് ആരുമില്ല. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയുന്നില്ല, അവർക്ക് വേദന കൂടിക്കൂടി വരികയാണ്. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നേരെ തൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. തൻ്റെ പ്രതിമയെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു സ്ത്രീ അവിടെ പ്രസവവേദനയായിട്ട് കിടക്കുന്നുണ്ട്, നമുക്ക് പോയി അവരെ ശുശ്രൂഷിച്ചുകൂടെ? ഭാര്യ പറയുന്നുണ്ട്, അതിലെന്താണ് സംശയം? ചോദിക്കുന്നുണ്ട്, അവർക്ക് എന്തെങ്കിലും തിന്നാനുണ്ടോ? അങ്ങനെ കുറച്ച് പാലും
ഭക്ഷണമൊക്കെ ആയിട്ട് അവരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. പെട്ടെന്ന് ഇവർ രണ്ടുപേരും പുറത്ത് സംസാരിച്ചിരിക്കുന്നു. ഭാര്യ ടെൻറ്റിനുള്ളിൽ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്താണ് ഇവിടെ? ഞാൻ മക്കയിലായിരുന്നു എൻ്റെ ജനനം, ഞാനിപ്പോൾ ഇവിടെ ഒരാവശ്യത്തിന് വേണ്ടി മദീനയിൽ വന്നതാണ് എന്നൊക്കെ ഉമർ ഖാൻ മറുപടി പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇവിടുത്തെ ഖലീഫയെ അറിയോ? ഉമർ എന്നൊരു ഖലീഫ ഉണ്ട് ഇവിടെ എന്ന് ആഗതൻ ഉമർ ഖാൻ ചോദിക്കുന്നുണ്ട്. ഉമർ പറഞ്ഞു, അതെ എനിക്കറിയാം, കണ്ടിട്ടുണ്ട്. അപ്പോൾ ചോദിക്കുന്നു, അദ്ദേഹം കുറച്ച് കഠിന ഹൃദയനാണെന്ന് കേൾക്കുന്നു, ശരിയാണോ? ഉമർ ഖാൻ മറുപടി പറഞ്ഞു, അതെ, അയാൾക്ക് അങ്ങനത്തെ ഒരു ദുഷ്ട സ്വഭാവം കൂടെ ഉണ്ട്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ടെന്റിൽ നിന്ന് ഭാര്യ അദ്ദേഹത്തോട് പറയുന്നത്, അമീറുൽ മുഅ്മിനീൻ, താങ്കളുടെ സഹോദരന് സന്തോഷ വാർത്ത അറിയിച്ചു കൊള്ളുക, അദ്ദേഹത്തിന് ഒരു ആൺകുഞ്ഞ് പിറന്നിരിക്കുന്നു. ഇത് കേട്ടതും ഇയാള് വളരെ അത്ഭുതപ്പെടുന്നുണ്ട്. അമീറുൽ മുഅ്മിനീൻ എന്നോ, എന്ത് ഖലീഫയാണ് മുന്നിലിരിക്കുന്നതെന്നോ? ഉമർ ഫാറൂഖിനെ കുറിച്ച് ഒരുപാട് കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട്, അത് കേട്ട പോലെ ഒന്നും അല്ല അദ്ദേഹം. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ കാലത്ത് ഇറാനും ഇറാഖും സൗദിയൊക്കെ അടക്കമുള്ള 20 രാജ്യങ്ങളായിരുന്നു അന്ന് അക്കാലത്ത് ഉമർ ഭരിച്ചിരുന്നത്. എന്നിട്ടാണ് ഓരോ രാത്രിയും തൻ്റെ പ്രജകളുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി ഉറക്കില്ലാതെ അദ്ദേഹം ഓരോ രാത്രിയിലും ഇങ്ങനെ ജനങ്ങളിലൂടെ നടന്നു നോക്കി. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കഠിനഹൃദയനായ ഉമറിൽ നിന്ന് ഈ ഉമറിലേക്കുള്ള മാറ്റം, അത് പ്രവാചകനും അവിടുത്തെ ദീനും ഖുർആനും ഒക്കെ വരുത്തിയ വളരെ സ്വാധീനമാണ് ഉമറിനെ ഏറ്റവും മികച്ച ഖലീഫയാക്കി മാറ്റുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ ഒരു ഭരണാധികാരി ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല. അത്രയേറെ നീതിയോടുകൂടെ പെരുമാറാനും ജനങ്ങളെ സേവിക്കാനും അള്ളാഹുവിൻ്റെ കൽപ്പന വിധിവിലക്കുകളെ അനുസരിക്കാനും കഴിഞ്ഞതിൽ ആ ഖലീഫ മറ്റുള്ള എല്ലാ ഭരണാധികാരികളിൽ നിന്നും വളരെ വേറിട്ട് നിൽക്കുന്നുണ്ട്. നാഥൻ ഇത്തരത്തിലുള്ള മഹാന്മാരുടെ കൂടെ നമ്മളെയും അവൻ്റെ ജന്നാത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. മദീന പള്ളിയിലെ ഒരു ദിവസം നേരം വെളുത്ത ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ജനങ്ങളെയും പള്ളിയിലേക്ക് വിളിച്ചു കൂട്ടുകയാണ്. പല ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകളൊക്കെ ഖലീഫ വിളിക്കുന്നത് കേട്ടിട്ട് പള്ളിയിലേക്ക് ഓടി വന്നു. ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറിയിട്ട് തൻ്റെ പ്രസംഗം ആരംഭിക്കുകയാണ്. ഹംദ് ചൊല്ലിയിട്ട് നേരെ അദ്ദേഹം വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഓ മദീന ജനങ്ങളെ, എനിക്കൊരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു. ബനൂ മഖ്സൂം ഗോത്രത്തിലെ എൻ്റെ അമ്മായിമാർക്ക് വേണ്ടി അവരുടെ ഒട്ടകങ്ങളെയും ആടുകളെയൊക്കെ മേച്ചു നടന്നിരുന്ന ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു എനിക്ക്. അന്നെൻ്റെ കൂലി ഒരു പിടി ഈത്തപ്പഴമായിരുന്നു. വിശപ്പടക്കാൻ വേണ്ടിയിട്ട്, അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ട് അവരുടെ 100 കണക്കിന് ആടുകളെ മദീനയിലെയും മക്കയിലേക്ക് പ്രാന്തങ്ങളിലൂടെ മേച്ചു നടന്നിരുന്ന ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു എനിക്ക്. ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹം മിമ്പറിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായിരുന്ന അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ഖലീഫയുടെ അടുത്ത് വരുന്നുണ്ട്. ഇവിടെ പറയുന്നുണ്ട്, അമീറുൽ മുഅ്മിനീൻ, താങ്കൾ എന്ത് പണിയാണ് കാണിച്ചത്? മദീനയിൽ ഒരുപാട് ജോലികൾ ചെയ്യുന്ന ആളുകളുണ്ട്. അവരവിടെ കച്ചവടം ചെയ്യുന്നു, ആടിനെ മേയ്ക്കുന്നു, പള്ളിയിൽ നിസ്കരിക്കുന്നവരുണ്ട്, മറ്റു പല ജോലികളിലും വ്യാപൃതരായവരുണ്ട്. അവരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് താങ്കളിപ്പോ ഈ ഒരു ആടിനെ മേയ്ച്ചിരുന്ന ചെറുപ്പകാലത്തെ കഥ പറഞ്ഞിട്ട് ഇറങ്ങിപ്പോവാണോ? ഇതിനാണ് ഞങ്ങളൊക്കെ ഇങ്ങോട്ട് വിളിച്ചു കൂട്ടിയത്. 20 രാഷ്ട്രങ്ങളുടെ ഖലീഫയാണ് താങ്കൾ, ആ കാര്യം ഓർമ്മയിൽ വേണം. അബ്ദുറഹ്മാൻ ഔഫ് തങ്ങൾ പറഞ്ഞു നിർത്തി. ഉമർ ഖാൻ പറഞ്ഞു, എനിക്ക് ഒറ്റയ്ക്കിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും എന്നെ വന്നിങ്ങനെ അമീറുൽ മുഅ്മിനീൻ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് തോന്നിപ്പോവുകയാണ്, ഞാനാണ് മുഅ്മിനീങ്ങളുടെ നേതാവ്, ഞാനാണ് ഇവിടുത്തെ വലിയ ആളെന്ന് തോന്നിപ്പോവാണ്. അതുകൊണ്ട് എൻ്റെ ശരീരത്തെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെല്ലാവരെയും ഇവിടേക്ക് വിളിച്ചു വരുത്തിയത്. 20 രാഷ്ട്രങ്ങളുടെ ഖലീഫയായി അധിവസിക്കുമ്പോഴും താൻ വന്ന വഴി താൻ ഒന്നുമല്ല എന്ന് തൻ്റെ ശരീരത്തെ ഇടയ്ക്കിടെ ബോധ്യപ്പെടുത്തുന്ന ഖലീഫയുടെ ചിത്രമാണ് ഉമർ റളിയല്ലാഹു അൻഹുവിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത്. എന്നെ വല്ലാതെ സ്വാധീനിപ്പിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ കുറച്ച് കഥകൾ നമുക്ക് കേൾക്കാം. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഖൈബറിലേക്ക് യാത്ര പുറപ്പെട്ടു. ഖൈബർ ഇന്നത്തെ പോലെ അന്നും വളരെ ഫലഭൂഷ്ടമായ നാടാണ്. ഒരുപാട് മരങ്ങളുള്ള, വഴി മുഴുവൻ തണൽ വിരിക്കുന്ന പ്രകൃതി സുന്ദരമായ ദേശമാണ് ഖൈബർ. അങ്ങനെ ആ വഴിയിലൂടെ നടന്നുകൊണ്ടിരിക്കെ ഒരു മരത്തണലിൽ അല്പം വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കിടക്കുകയാണ്. അങ്ങനെ ആ മരത്തണലിൽ കിടന്നിട്ട് കുറച്ചു നേരം ഉറങ്ങിപ്പോയി. ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, ഉമർ റളിയല്ലാഹു അൻഹു രാത്രി മുഴുവൻ ജനസേവനത്തിലായി കഴിച്ചുകൂട്ടും, രാവിലെ മുഴുവൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. അദ്ദേഹത്തിന് ലഭിച്ചിരുന്ന ഉറക്ക സമയം ഇതുപോലെയുള്ള യാത്രകളിലോ മറ്റോ ഒക്കെ മരത്തണലിലോ തൻ്റെ ഒട്ടകത്തെ കെട്ടിയിടുന്ന സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഉറക്കം എന്നത്. അതുപോലെ അന്നും ഈ ഖൈബറിലേക്ക് പോകുന്ന വഴിയും അദ്ദേഹം ആ മരത്തണലിൽ കിടന്നിട്ട് കുറച്ചു നേരം ഉറങ്ങുകയാണ്. പെട്ടെന്ന് ഒരു സ്ത്രീ അവിടേക്ക് വന്നു. ഉമറിന്റെ കാലിൽ തട്ടി വിളിച്ചിട്ട് ആ സ്ത്രീ എഴുന്നേൽപ്പിക്കുകയാണ്. അദ്ദേഹം കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു സ്ത്രീ തൻ്റെ മുന്നിൽ നിൽക്കുന്നു. ഉമർ ചോദിക്കുന്നുണ്ട്,
എന്താണ് നിനക്ക് എന്താണ് ആവശ്യം പറയൂ. ഞാൻ ഇവിടുത്തെ നാട്ടിൽ കഴിയുന്ന ഒരു സ്ത്രീയാണ്. ഇവിടുത്തെ ഖലീഫ ഉമർ ഇബ്നു ഖത്താബാണ്. ഉമർ റളിയല്ലാഹു ആണ് ഈ കിടക്കുന്നതെന്ന് ഈ ഖൈബറിലെ സ്ത്രീ അറിയുന്നില്ല. അവർ പറയുന്നുണ്ട്, ഇവിടെ കഴിഞ്ഞ വർഷം സക്കാത്ത് പിരിക്കാനും അത് പാവപ്പെട്ടവർക്കിടയിൽ വിഭജിക്കാനൊക്കെ വന്നിരുന്നത് അദ്ദേഹത്തിന്റെ ഗവർണർ ആയിരുന്ന മുഹമ്മദ് ബിൻ മസ്ലമയായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം എല്ലാവർക്കും സക്കാത്തൊക്കെ വിഭജിച്ചു കൊടുത്തു. പക്ഷെ എനിക്ക് മാത്രം തന്നില്ല. ഞാൻ വളരെ ദരിദ്രരായ, പൈസ ഇല്ലാത്ത, പട്ടിണി കിടക്കുന്ന, അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സ്ത്രീയാണ്. എനിക്ക് മാത്രം അദ്ദേഹം പണമൊന്നും തന്നില്ല. നിങ്ങളെ കണ്ടപ്പോൾ നിങ്ങളുടെ മുഖത്തൊരു ഐശ്വര്യമുണ്ട്, കുറച്ച് നല്ല ആളാണെന്ന് തോന്നുന്നു. നമുക്ക് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് ഈ വിഷയം അവതരിപ്പിക്കണം. ഈ വർഷം ഇപ്പോൾ സക്കാത്ത് പിരിക്കാൻ ഉമർ റളിയല്ലാഹു ഏൽപ്പിച്ചിരിക്കുന്നത് ഈ മുഹമ്മദ് ബിൻ മസ്ലമയാണ്. ഇത്തവണയും അദ്ദേഹം എനിക്ക് തന്നിട്ടില്ലെങ്കിൽ എൻ്റെ ജീവിതം വളരെ കഷ്ടത്തിലാവും. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് വരണം. ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് പോയിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാനാണ് എന്ന് ആ സ്ത്രീ തന്റെ ആവശ്യം ബോധിപ്പിച്ചു. ഉമർ റളിയല്ലാഹു തന്റെ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന സേവകനായിരുന്ന എർക്കയോട് പറയാണ്, എർക്ക നീ ചെന്നിട്ട് മുഹമ്മദ് ബിൻ മസ്ലമിനെ വിളിച്ചു വരൂ. ആ സ്ത്രീ പറഞ്ഞു, അങ്ങനെ വിളിക്കരുത്, അത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു അനാദരവാകും, നമുക്ക് രണ്ടുപേർക്ക് അവിടെ പോയിട്ട് സംസാരിക്കാം, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ആ സ്ത്രീ അവിടെ ഉമർ റളിയല്ലാഹു കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നു, നമുക്ക് അവരെ ഇങ്ങോട്ട് വിളിക്കാം. അങ്ങനെ എർക്ക അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോവുകയാണ്. അദ്ദേഹത്തെ കണ്ട ഉടനെ പറയുന്നുണ്ട്, നിന്നെ ഖലീഫ വിളിക്കുന്നുണ്ട്. അദ്ദേഹം ഭയന്ന് വിറക്കുന്നുണ്ട്, എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ ഉമർ റളിയല്ലാഹു എന്നെ വിളിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, എനിക്കറിയില്ല, പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അദ്ദേഹത്തിന്റെ അടുത്തൊരു സ്ത്രീ നിൽക്കുന്നുണ്ട്, അവരുടെ എന്തോ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും അല്പം ഭയന്നിട്ടാണ് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് എത്തുന്നത്. ഉമർ റളിയല്ലാഹുവിനെ കണ്ടപാടെ അദ്ദേഹം പറയുന്നു, അസ്സലാമു അലൈക്കും യാ അമീറുൽ മുഅ്മിനീൻ. ഇത് കേട്ടതും ആ സ്ത്രീ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും നേരം പരാതി പറഞ്ഞിരുന്നത് ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു ഖത്താബ് തങ്ങളോടാണെന്ന് ആ സ്ത്രീ ഒരിക്കലും തിരിച്ചറിഞ്ഞിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, നീ ഈ സ്ത്രീക്ക് കഴിഞ്ഞ തവണ സക്കാത്ത് കൊടുത്തില്ല എന്ന് കേട്ടു. സമ്പന്നർക്കിടയിൽ നിന്ന് പണം വാങ്ങി ദരിദ്ര ആളുകൾക്ക് വീതിച്ചു കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത്, ഈ സ്ത്രീക്ക് കിട്ടിയിട്ടില്ലല്ലോ. അദ്ദേഹം ക്ഷമാപണത്തോടെ പറഞ്ഞു, നിങ്ങൾ ഇവിടെ വെച്ച് തന്നെ ചോദ്യം ചെയ്യരുത്, ഞാൻ അറിയാതെ വിട്ടുപോയതാണ് ഇവർക്ക് നൽകാൻ. നമ്മൾ ഉടനെ കൽപ്പിക്കുന്നുണ്ട്, എങ്കിൽ ഇത്തവണ സക്കാത്ത് പിരിക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെയും ഈ വർഷത്തെയും കൂടി കൂട്ടി എല്ലാ ഇടപാടുകളും ഈ സ്ത്രീയുമായിട്ടുള്ളത് വീട്ടിൽ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരുടെ ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയാണ്. നൈലിന്റെ തീരത്ത് ഒരു ആട്ടിൻകുഞ്ഞ് വിശന്ന് മരിച്ചാൽ നാളെ അള്ളാഹുവിന് മുന്നിൽ താൻ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഭയന്ന ഒരു ഖലീഫ, തങ്ങളുടെ പ്രജകളുടെ ഏതുവിധ സേവനത്തിന് വേണ്ടിയും രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഓടി നടന്നിരുന്ന ഒരു ഖലീഫ. അദ്ദേഹത്തിന്റെ ജീവിതം ഇന്ന് ഭരണാധികാരികൾക്ക് പോലും ഉത്തമമായ ഉദാഹരണമാണ്. ഇതുപോലെ മറ്റൊരു സക്കാത്തിന്റെ മനോഹരമായ കഥ കൂടെ ഉണ്ട്. യമനിൽ നിന്ന് ഗവർണറായിരുന്ന മുആദ് ബിൻ ജബൽ അവിടുത്തെ സക്കാത്ത് മുതലുകളൊക്കെ മദീന പള്ളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മദീന പള്ളിയിൽ യമനിലെ സക്കാത്തുകളൊക്കെ കുമിഞ്ഞുകൂടി കിടക്കുകയാണ്. ഉമർ റളിയല്ലാഹു പള്ളിയിലേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. ഉടനെ മുആദിനെ വിളിച്ചിട്ട് വളരെ ക്ഷുഭിതനായിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. യമനിലെ സക്കാത്ത് പിരിച്ചെടുത്ത് അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് നൽകാനല്ല ഞാൻ പറഞ്ഞത്, അതെല്ലാം മദീനയിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ? അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിലാണ് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കുന്നത്. മുആദ് ബിൻ ജബൽ തങ്ങൾ വളരെ പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഖലീഫ, മുൻ വർഷങ്ങളിൽ ഞാൻ യമനിൽ നിന്നുള്ള എല്ലാ സമ്പന്നിൽ നിന്നും അവരുടെ സക്കാത്ത് വാങ്ങി പാവപ്പെട്ടവർക്കൊക്കെ വീതിച്ചു കൊടുത്തു. എന്നിട്ട് ബാക്കി ഉണ്ടായിരുന്ന അതിൽ 1/3 ഭാഗം മദീന പള്ളിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. കഴിഞ്ഞ വർഷം പകുതിയും ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നു, കാരണം അവിടെ അവകാശികളില്ലായിരുന്നു കൊടുക്കാൻ. ഈ വർഷം ഒരാളെയും എനിക്ക് കിട്ടിയില്ല. യമൻ നഗരം മുഴുവൻ നടന്നു നോക്കിയിട്ടും ദരിദ്രരായ ഒരു മനുഷ്യരെ പോലും ഞാൻ കണ്ടില്ല. ഉമർ റളിയല്ലാഹു നടപ്പിലാക്കിയ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ സക്കാത്ത് രമ്യമായി വീതിക്കാനും ജനങ്ങൾക്കിടയിൽ വിഭജനം ചെയ്യാനുമുള്ള നടത്തിയ മനോഹരമായ പരിശ്രമത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമായിരുന്നു യമനിൽ നിന്ന് മുആദ് ബിൻ ജബൽ തങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. സമ്പന്നരിൽ നിന്നെല്ലാം പണം വാങ്ങി ദരിദ്രരായ ആളുകൾക്ക് അവരുടെ അവകാശങ്ങളായ സക്കാത്ത് വീതിച്ചു കൊടുക്കുക വഴി രാജ്യത്ത് തന്നെ നിലനിൽക്കുന്ന ദാരിദ്ര്യാവസ്ഥക്ക് പരിഹാരമാകുമെന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇസ്ലാമിക സാമ്പത്തിക ശാസ്ത്രം എവിടെയൊക്കെ രമ്യമായി അവതരിപ്പിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം ഇതുപോലെ ദാരിദ്ര്യാവസ്ഥക്ക് വളരെ പരിഹാരം കിട്ടുന്ന അവസ്ഥയാണ് ചരിത്രമായി പഠിപ്പിക്കുന്നത്. ഉമർ ബിൻ അബ്ദുൽ അസീസിന്റെ കാലത്തും ഇതുപോലെ സക്കാത്തിന് അർഹരില്ലാത്ത, ദരിദ്രരില്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ചരിത്രം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. നമ്മളേറെ പാടുൾക്കൊള്ളേണ്ട ഒരു ചരിത്രം ഉമറിന്റെ ജീവിതത്തിലുണ്ട്. ഒരു ദിവസം തൻ്റെ ഭാര്യയെ പറ്റി പരാതി പറയാൻ വേണ്ടി ഒരാള് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അദ്ദേഹം വീടിന്റെ പുറത്ത് വന്ന് നിൽക്കുമ്പോഴാണ് ഈ ഉമർ റളിയല്ലാഹുവിന്റെ ഭാര്യ അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്നത് ഇയാൾ കേൾക്കുന്നത്.
ഇത് കേട്ടപ്പോൾ അദ്ദേഹം പിരിഞ്ഞു പോകാൻ നിൽക്കുകയാണ്. പിരിഞ്ഞു പോകുന്ന അദ്ദേഹത്തെ കണ്ട ഉമർ തന്റെ വീട്ടിലേക്ക് വിളിച്ചു. എന്ന് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് താങ്കൾ വന്നത്? അദ്ദേഹം പറയുന്നു, ഭാര്യയെ പറ്റി ഒരു പരാതി പറയാൻ വേണ്ടി വന്നതായിരുന്നു ഞാൻ. പക്ഷെ അപ്പോഴാണ് താങ്കളുടെ ഭാര്യ താങ്കളോട് കയറി സംസാരിക്കുന്നത് കേട്ടത്. അപ്പൊ പിന്നെ താങ്കളോട് ഇത് പറയേണ്ടതില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ തിരിച്ചു പോവുകയായിരുന്നു. അപ്പൊ ഉമർ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. എനിക്ക് വേണ്ടി ചെയ്യാൻ ബാധ്യതയില്ലാത്ത ഒരുപാട് ജോലികൾ, എനിക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്നു, എനിക്ക് വേണ്ടി വസ്ത്രം അലക്കി തരുന്നു, എൻ്റെ മക്കളെ പരിപാലിക്കുന്നു, തുടങ്ങി അവൾക്ക് ചെയ്യാൻ ബാധ്യതയില്ലാത്ത ഒരുപാട് ജോലികൾ എനിക്ക് ചെയ്തു തരുന്നവളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യമാരോടുള്ള സമീപനം അത്രയും മനോഹരമായിരിക്കണം എന്ന് അദ്ദേഹത്തെ ഉമർ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു മനോഹരമായ സംഭവം, മനുഷ്യർ മാത്രമല്ല ജിന്നുകളും ശൈത്താനുമാരൊക്കെ ഉമർ അത്രയധികം ഭയപ്പെട്ടിരുന്നു എന്ന് ചരിത്രം നമ്മോട് പറയുന്നുണ്ട്. ഒരിക്കൽ ഒരു യുദ്ധം കഴിഞ്ഞു വരികയാണ് റസൂലും സ്വഹാബത്തും. ആ സമയത്ത് ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ട് നബിയോട് പറയുന്നുണ്ട്, നബിയെ ഞാൻ ഒരു നേർച്ച ചെയ്തിട്ടുണ്ട്, യുദ്ധം കഴിഞ്ഞ് നബി തിരിച്ചെത്തുകയാണെങ്കിൽ നബിൻ്റെ മുന്നിൽ വെച്ചിട്ട് ദഫ് മുട്ടാം എന്ന് ഞാനൊരു നേർച്ച ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ചെയ്തോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. നബി ഞങ്ങൾ പറഞ്ഞു, നീ അങ്ങനെ നേർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ നീ ചെയ്തോ, കാരണം ദഫ് അന്ന് മുതലേ ഹറാമായ ഒരു വാദ്യോപകരണം അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ അതിന് സമ്മതം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ കുട്ടി ദഫ് പ്രവാചകന്റെ അടുത്ത് നിന്ന് ദഫ് മുട്ടുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ തങ്ങൾ വരുന്നുണ്ട്, ഉസ്മാൻ റളിയല്ലാഹു വരുന്നുണ്ട്. അവസാനം ഉമർ റളിയല്ലാഹു വരുന്നത് ദൂരെ നിന്ന് കണ്ടതോടെ ആ കുട്ടി ദഫ് അവിടെ വെച്ചിട്ട് ഇതൊന്നും അറിയാത്ത പോലെ അതിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണ്. പ്രവാചകൻ പുഞ്ചിരിച്ചുകൊണ്ട് ഉമർ പറയുന്നുണ്ട്, ഉമറെ നിന്നെ മനുഷ്യർക്ക് മാത്രമല്ല ശൈത്താന്മാർക്ക് പോലും നിന്നെ ഭയങ്കര പേടിയാണെന്ന്. ഇതുപോലെ ഒരു ജിന്നുമായിട്ട് ഉമർ റളിയല്ലാഹു ഏറ്റുമുട്ടിയ ഒരു കഥയുണ്ട് ചരിത്രത്തിൽ. ഉമർ റളിയല്ലാഹു ഒരു ദിവസം രാത്രിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ്. ആ സമയത്താണ് ഒരു ജിന്ന് അദ്ദേഹത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഉമർ റളിയല്ലാഹു സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇഫ്രീത്തുകളിൽപ്പെട്ട ജിന്നാണ്, വളരെ ശക്തനാണ്, മല്ലനാണ്, ഒരുപാട് പേരെ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മല്ലനാണ് ഞാൻ, ഞങ്ങളുടെ കൂട്ടത്തിലെ എല്ലാവരെയും എൻ്റെ മുന്നിൽ ഗുസ്തി പിടിച്ചിട്ട് അവരൊക്കെ തോൽപ്പിച്ചു വിട്ടിട്ടുണ്ട് ഞാൻ. അമീർ മുഅ്മിനീൻ എന്നോടൊന്ന് മൽപ്പിടുത്തം നടത്തി നോക്കുന്നോ എന്നുള്ളൊരു വെല്ലുവിളിയായിട്ടാണ് ആ ജിന്ന് ഉമർ റളിയല്ലാഹുവിന്റെ അടുത്ത് വരുന്നത്. അമീർ മുഅ്മിനീൻ സമ്മതിക്കുന്നുണ്ട്, എങ്കിൽ ഒരു മൽപ്പിടുത്തം നടത്തി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആദ്യത്തെ തവണ ഉമർ റളിയല്ലാഹു ആ ജിന്നിനെ മലർത്തി അടിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, എന്നാ ഒന്നുകൂടെ ചെയ്തു നോക്കാം. അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഉമർ റളിയല്ലാഹു ആ ജിന്നിനെ പരാജയപ്പെടുത്താണ്. മൂന്നാമത്തെ പ്രാവശ്യം ഇതുപോലെ ഉമർ റളിയല്ലാഹു വിജയിച്ചപ്പോൾ ആ ജിന്ന് ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പതിവായി ആയത്തുൽ കുർസി ഓതുന്ന ആളാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ പതിവായി ആയത്തുൽ കുർസി ഓതുന്ന ആളാണ്, അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കാത്തത്. ഇതുപോലെയുള്ള ജിന്നുകളിൽ നിന്നും ശൈത്താന്മാരിലൊക്കെ ശല്യത്തിന് ആയത്തുൽ കുർസി ഒരു പരിഹാരമാകുന്ന കഥയാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇതുപോലെ ശൈത്താന്മാർക്കും ജിന്നുകൾക്കൊക്കെ അദ്ദേഹം വളരെയധികം പേടിപ്പെടുത്തുന്ന, അവരെ ഭയപ്പെടുത്തുന്ന ഒരാളായിരുന്നു. മറ്റൊരു സംഭവം നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒരു ദിവസം ഒരു യാത്രാ സംഘത്തിലാണ് ഖലീഫ. ഇങ്ങനെ യാത്ര പോയിക്കൊണ്ടിരിക്കെ രാത്രി ടെൻ്റ് അടിക്കുകയാണ് അവര്. അങ്ങനെ ആ മരുഭൂമിയിൽ ആ യാത്രാ സംഘത്തിലുള്ള എല്ലാവരും ടെൻ്റ് അടിച്ച് ഉറങ്ങാൻ കിടക്കുകയാണ്. ഒരുപാട് പേരുണ്ട്, സ്ത്രീകളും കുട്ടികളൊക്കെ അടങ്ങുന്ന വലിയൊരു സംഘമാണ്. ഇങ്ങനെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കെ ഒരു ടെൻറ്റിൽ നിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു ഉടനെ തൻ്റെ ടെൻറ്റിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് അവിടേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. അവിടെ എത്തി നോക്കുമ്പോൾ ആ കുഞ്ഞ് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കാം. ഉമർ റളിയല്ലാഹു ടെൻറ്റിന്റെ പുറത്ത് വെക്കുന്നുണ്ട്, എന്താണ് ആ കുഞ്ഞിന് പറ്റിയത്, അവന് പാല് കൊടുക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് കുറച്ച് നേരം കുഞ്ഞ് കരച്ചിൽ നിർത്തി. വീണ്ടും ഉമർ റളിയല്ലാഹു ടെൻറ്റിലേക്ക് വന്നു. വീണ്ടും ഈ കുഞ്ഞ് കരയാൻ തുടങ്ങി. ഉമർ റളിയല്ലാഹു ദേഷ്യപ്പെട്ടതിനാണ് അടുത്ത പ്രാവശ്യം ആ സ്ത്രീയുടെ ടെന്നിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്. ദേഷ്യപ്പെട്ടുകൊണ്ട് ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ കുഞ്ഞിന് പറ്റിയതെന്ന്. ആ സ്ത്രീ പുറത്ത് നിൽക്കുന്നത് ഉമർ റളിയല്ലാഹു ആണ് എന്ന് അറിയാതെ അവരോട് പറയുന്നുണ്ട്, മുലകുടി പ്രായം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഖലീഫ റേഷൻ കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ എൻ്റെ കുഞ്ഞിന്റെ മുലകുടി അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ, അതുകൊണ്ടാണ് ഇവനിങ്ങനെ കരയുന്നത്. ഇത് കേട്ടതോടെ ഉമർ റളിയല്ലാഹു അന്താളിച്ചു പോയി. നാളെ ഇതിനെല്ലാം ഞാൻ റബ്ബിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുമോ, ഒരു കുഞ്ഞിന് അവൻ്റെ മുലപ്പാൽ നിഷേധിക്കപ്പെടുന്നു എന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് അതിലേറെ വേദനിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അടുത്ത ദിവസം പുതിയ നിയമം പുറത്തിറക്കുകയാണ്. ഇന്നു മുതൽ ജനിച്ചു വീഴുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും റേഷൻ നൽകാമെന്നൊരു പുതിയ നിയമം അവിടെ പുറത്തിറക്കുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളിലും അള്ളാഹുവിനെ ഭയന്ന് അവൻ്റെ അവസാന നാളിൽ അവൻ്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണ് എന്ന ഉത്തമ ബോധ്യത്തോടെ ജീവിച്ച ഖലീഫയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എനിക്ക് ശേഷം ഒരു പ്രവാചകനുണ്ടെങ്കിൽ അത് ഉമർ ആകുമായിരുന്നു എന്ന് പ്രവാചകൻ പറയുന്നത് ഈ ഉത്കർഷ സ്വഭാവ സവിശേഷത്തിൻ്റെ ഒക്കെ പ്രത്യേകതകൾ കൊണ്ടാണ്. അവരെ മാതൃകയാക്കാനും
അവരെ പിൻപറ്റാനും ഒക്കെ തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.